ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. എന്നത്തെയും പോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ കൂടുതൽ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ എടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുപ്പിയെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും അല്ലെ. അപ്പൊ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് നമുക്കൊരു കിടിലമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഇത് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു തുളയിട്ട് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്ത സ്ഥലത്താണ് കേട്ടോ തുളയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഇത് സോൾഡറിംഗ് മെഷീൻ വെച്ചിട്ടാണ് തുളയിട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പപ്പടക്കോലോ മറ്റോ ഒന്ന് ചൂടാക്കിയതിന് ശേഷം തുളയിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിഭാഗത്ത് കൂടി നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് കുപ്പിയുടെ അടിഭാഗത്ത് കൂടി ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ചെടികളൊക്കെ നട്ടിട്ട് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ വീട്ടിനകത്തോ അല്ലെങ്കിൽ മുറ്റത്തോ അല്ലെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിലൊക്കെ ഇതുപോലുള്ള കമ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. ഈ ഒരു കുപ്പിയുടെ അടപ്പിടുന്ന ഭാഗം നമ്മൾ ഉണ്ടാക്കിയ ഹോളിന്റെ ഉള്ളിൽ കൂടി കടത്തിയതിനു ശേഷം നമുക്ക് കുപ്പിയുടെ അടപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു അടപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇത് ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും, അഴിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. പിന്നെ ഇത് ചെടി നടുന്നാൽ ഇടയ്ക്ക്, അതായത് മണ്ണൊക്കെ നിറയ്ക്കുന്ന ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ട് വേണം മണ്ണൊക്കെ നിറച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ ഇത് ഞാൻ എന്റെ ബാൽക്കണിയിൽ ഹാങ് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുപ്പികളൊക്കെ ഈ ഒരു രീതിയിൽ ഹാങ് ചെയ്തിട്ട് ചെടികളൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അത് മാത്രമേ കുറഞ്ഞ സ്പേസേ വേണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഹാങ് ചെയ്യുന്ന ഹാങ്ങിങ് പോട്ടിനായിട്ട് നമുക്ക് വലിയ വിലയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, അതായത് വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ബോട്ടിൽ നമ്മൾ കളറൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതായത് വേറെ വേറെ കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ചെറിയൊരു ബാൽക്കണിയെ കാണുള്ളൂ. അപ്പോൾ ചെറിയൊരു ബാൽക്കണിയിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ നടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇത് കാർഡ്ബോർഡ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള 2 കാർഡ്ബോർഡ് പീസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ അതേ സൈസിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തമ്മിൽ കൂട്ടി ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ അതിലോട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ ആയാലും മതി കേട്ടോ. അതും അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ ആയാലും മതി. ഇപ്പൊ ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സൈഡൊക്കെ ഒരേ ലെവൽ ആവുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു കാർഡ്ബോർഡ് പീസിനെ ഞാനൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. എന്റെ കയ്യിലുള്ള ഒരു വാൾപേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ കാർഡ്ബോർഡിന്റെ സൈസിൽ വാൾപേപ്പർ കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു കാർഡ്ബോർഡ് ഇതുപോലെ നമുക്ക് വാൾപേപ്പറിന്റെ ഉള്ളിലോട്ട് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ചെറിയ കാർഡ്ബോർഡ് പീസ് ആണ്. ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ വീതി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കാർഡ്ബോർഡിന്റെ, അതായത് നമ്മൾ നേരത്തെ എടുത്ത കാർഡ്ബോർഡിന്റെ അതേ വീതിയായിരിക്കണം. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം കേട്ടോ.
അങ്ങനെ ഞാനിത് ഒരേ സൈസിലുള്ള 4 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് 2 എണ്ണം വീതം ചേർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ കേട്ടോ. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ചേർത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിത് 2 കാർഡ്ബോർഡ് പീസും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വാൾപേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇത് വാൾപേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത കാർഡ്ബോർഡ് പീസിന് മുകളിലായിട്ട് നമ്മളിപ്പോ കവർ ചെയ്തെടുത്ത 2 കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ അടുത്ത കാർഡ്ബോർഡ് പീസിലും ഈ ഒരു രീതിയിൽ തന്നെ ഒരു സൈഡിലായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നെക്സ്റ്റ് സൈഡിൽ, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു സ്ക്വയർ ഷേപ്പിലുള്ള 4 കാർഡ്ബോർഡ് പീസ് ആണ്. ഈ ഒരു കാർഡ്ബോർഡ് പീസിനെ ഞാൻ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ ഒരു 4 ചതുരത്തിലുള്ള കാർഡ്ബോർഡ് പീസിനെ കട്ട് ചെയ്തപ്പോൾ, അതായത് കോണോട് കോണ് കട്ട് ചെയ്തപ്പോൾ ഇതുപോലുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള 8 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി 8 പീസിനെ രണ്ടെണ്ണം വെച്ച് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 പീസ് വെച്ചിട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ചേർത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ 2 സൈഡിലായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കാർഡ്ബോർഡ് പീസിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ലെഗ് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് 4 സൈഡിലായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് 4 സൈഡിലായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് കിച്ചണിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ ബാംബു സ്റ്റിക്ക് കൂടി കുത്തിയിറക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കുത്തിയിറക്കി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം അത് ഇല്ലാന്നുണ്ടെങ്കിൽ മുള്ളാണിയോ അല്ലെങ്കിൽ ഈർക്കിൽ ഇത് കുറിപ്പിച്ചിട്ട് അതുകൂടി നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഉറപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ 4 സൈഡിലും നമുക്ക് കുത്തി കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റാൻഡ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പൈസ് ബോക്സ് ഒക്കെ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാൻഡ് ഇതുപോലെ അടുക്കളയിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ മുകളിലായിട്ട് നമ്മുടെ സ്പൈസ് ബോക്സ്, അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോട്ടിലാക്കിയിട്ട് വെക്കാവുന്നതാണ്. പിന്നെ താഴെയാണെങ്കിൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പൊ ഞാൻ വെച്ച പോലെ തന്നെ നേക്കും വെക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലുള്ള കാര്യങ്ങളായാലും, പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ്, ഗ്ലാസ്, ഇവയൊക്കെ ആയാലും നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ചെറിയ അടുക്കളയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ ഇതുപോലെ ഈ ഒരു വുഡൻ കളറിലെ വാൾപേപ്പർ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വുഡൻ സ്റ്റാൻഡ് പോലെ ഫീൽ ചെയ്യുള്ളൂ. കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തതാണെന്ന് പറയേയില്ല. പിന്നെ ഇതിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പ്ലേറ്റ് വെച്ചിട്ട് പിന്നെയും സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ ഓവർ ഹൈറ്റ് കൂട്ടാത്തതാണ് കേട്ടോ നല്ലത്. കാണാൻ ഭംഗി ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. പിന്നെ വാൾപേപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും പൊടി ആയാൽ പോലും നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാവുന്നതുമാണ്. കിച്ചണിലൊക്കെ വെക്കുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ആവും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വാൾപേപ്പറിന് തുടച്ചെടുക്കാവുന്നതുമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുമ്പോൾ വലിയൊരു കാര്യമായിട്ട് തോന്നും കേട്ടോ. പക്ഷെങ്കിൽ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡ് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഒരു ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ ഞാൻ നേരത്തെ ഒരു ടിപ്സിന് വേണ്ടി യൂസ് ചെയ്തതാണ്. അപ്പൊ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അത്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ. ഞാനിത് സ്ക്രീനിന്റെ മുകളിലായിട്ട് ടാഗ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു സെൻട്രലത്തെ പീസായിരുന്നു നമ്മൾ ആ ഒരു ടിപ്സിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു 2 ബാലൻസ് വന്ന പീസ് വെച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു പീസ് ഞാൻ ആദ്യം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഭാഗത്തെ പീസിലായിട്ട് ഇതുപോലെ ചുറ്റുമായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി താഴ്ഭാഗത്തെ പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്കിത് ചെറിയൊരു ക്യൂട്ട് ആയിട്ടുള്ള കുപ്പി തയ്യാറായിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കടുക്, പിന്നെ അതുപോലുള്ള ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ക്രാഫ്റ്റും എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലുള്ള സ്റ്റോൺസ് ഒക്കെ ഒരുപാട് ഉണ്ടാവില്ലേ, അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുപ്പികളിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കുകയും ചെയ്യും. പിന്നെ ഇത് മാത്രമല്ല, ഇതുപോലുള്ള 4-5 കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ കാണാനും ഭംഗിയാണ് കേട്ടോ. അപ്പൊ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ടിപ്സ് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ബാലൻസ് ഉള്ള പീസ് കൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പൊ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.